ഞാൻ അവിടെ കൊണ്ട് ഭക്ഷണം വെക്കുമ്പം പറയും ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി അവിടെ കൊണ്ട് ടേബിളേ വെക്കുകയുള്ളൂ, എന്നിട്ട് വെച്ചിട്ടുണ്ട് ആ രൂപത്തെ നോക്കിയാൽ പറയും ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ എൻ്റെ കാര്യമല്ല ആരെയും വിട്ട് കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിപ്പിച്ചു. അത് അതേപടി തന്നെ അന്ന് ഒരു 5 മണിയോടുകൂടി ഉണ്ടാക്കി വെക്കുന്ന സകല സാധനം തീരുന്നുണ്ട്. അപ്പോൾ ഈ നല്ല പുകഞ്ഞിങ്ങോട്ട് കയറുമ്പോൾ ഞാൻ തന്നെ പറയും ഞാൻ തന്നെ പുകഞ്ഞാൽ പോരല്ലോ, അപ്പോൾ നീ കൂടെ പുകയണം, നീ പുകഞ്ഞിട്ട് വാ അന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വർത്താനം പറയും, നീയും പുകഞ്ഞോളാൻ പറയും, അങ്ങനെ പുകയ്ക്കുന്ന ഞങ്ങൾ രണ്ടും കൂടെ പുകയുവാണ്. ഓരോ ചെരുവത്തിനകത്ത് നിറച്ച് കൊണ്ട് അവിടെ വെക്കുകയേ ഉള്ളൂ. അത് ചിക്കൻ എത്ര കഷ്ണം എടുക്കുന്നോ എത്ര എടുക്കുന്നൊന്നും ഞാൻ നോക്കുന്നില്ല. തീരുന്നെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് വെക്കും, ഞാൻ വിളമ്പി ആർക്കും കൊടുക്കലില്ല. ഒരു ഹോട്ടലിൽ നമ്മുടെ കർത്താവ് കുക്കായും കാഷ്യറായും സപ്ലയറായും ഒക്കെ തന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്നാൽ അത് വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അതിന് തെളിവാണ് ചെറുപുഴ ആയന്നൂരിലെ മേരി അമ്മയുടെ ഹോട്ടൽ. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീക്കും. ഭക്ഷണമൊക്കെ കുറച്ചാക്കി വെക്കും. കുറച്ചാക്കി വെച്ചിട്ട് പള്ളിയിൽ ഇവിടുത്തെ അച്ഛന് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛന് രാവിലെ ഇവിടെ ആക്കി വെച്ച ഹസ്ബൻഡ് കൊണ്ട കൊടുത്തോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി പണി ചെയ്യും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടേ. പിന്നെ ആ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം കൊണ്ടാണ് ഈ സാധനം ഇങ്ങനെല്ലാം നടത്തിക്കൊണ്ട് പോരുന്നത്. ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു, സീറോയിലായിരുന്നു എല്ലാം. പിന്നെ ഇതിങ്ങനെ ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ചാച്ചനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ചാച്ചൻ മരിച്ചു. അത് കഴിഞ്ഞപ്പം പിന്നെ ജീവിക്കാൻ വലിയ ഇതൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് പിന്നെ ദൈവം കൂടെ കൂടി ബാക്കി ദൈവം കൂടെ കൂടി നടത്തി. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി. പിന്നെ ആൾക്കാരെല്ലാം വന്ന് ഞാനൊരു പരസ്യമൊന്നും ചെയ്തിട്ടില്ല. പരസ്യമെല്ലാം കർത്താവ് തന്നെ എല്ലാം ചെയ്തു തന്നു. കർത്താവാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. ഞാൻ ആ കർത്താവിനെ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാട് വരുമ്പോഴും ഞാൻ വേറെ ആരോടും കടന്ന് പറയാൻ നിൽക്കുകയില്ല, പല്ലവി പാടി നടക്കുകയില്ല. ഞാൻ തന്നെ ഇരുന്ന് ഞാനും പുള്ളിയായിട്ട് വർത്തമാനം പറയും. 10 മിനിറ്റിനുള്ളിൽ എനിക്കതിന് എന്തെങ്കിലും ദൈവം പ്രതിവിധി തരികയും ചെയ്യും. രാത്രി 11 മണി വരെ എനിക്ക് ഉണ്ട് കച്ചവടം. അത് ദൈവം എവിടെ നിന്നാണേലും ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനം എല്ലാം, ചെറുപഴയാണേലും കച്ചവടം ഇല്ലെങ്കിലും എൻ്റെ കച്ചവടം എനിക്കുള്ള സാധനം മുഴുവൻ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സാധനം മുഴുവൻ ഞാൻ അവിടെ കൊണ്ട് ഭക്ഷണം വെക്കുമ്പം പറയും ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി അവിടെ കൊണ്ട് ടേബിളേ വെക്കുകയുള്ളൂ, എന്നിട്ട് വെച്ചിട്ടുണ്ട് ആ രൂപത്തെ നോക്കിയാൽ പറയും ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ എൻ്റെ കാര്യമല്ല ആരെയും വിട്ട് കർത്താവ് വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കഴിപ്പിച്ചു. അത് അതേപടി തന്നെ അന്ന് ഒരു 5 മണിയോടുകൂടി ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സകല സാധനം തീരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്ത് കാര്യമാണേലും ഞാൻ പിന്നെ ഇത്തലോട്ട് നോക്കിയിട്ട് ഇതൊരു വചനമാണ്. ആ വചനത്തെ നോക്കുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു രൂപ ഇങ്ങനെ ഭിത്തിയിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ആളെ കർത്താവ് ഇരുന്ന് പുകയുക, ഞാനും ആ കൂട്ടത്തിൽ പുകയുക. എന്നിട്ട് ആ പുകയുന്നിടത്ത് നിന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് തന്നെ പുകഞ്ഞു. അവിടുന്ന് എല്ലാ സാധനവും എടുത്തുകൊണ്ട് വരുമ്പോഴേ ഞാൻ പറയും ഞാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഒന്നും ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എല്ലാം തമ്പുരാൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എല്ലാ കാര്യവും 10-16 പണിക്കാരുണ്ടെങ്കിലും ഉള്ളത് പോലും എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ പറഞ്ഞ് ആൾക്കാർ കുറ്റപ്പെടുത്തും. ഇത് ഞാനും അവരോട് യോജിക്കും, ജോളിയായിട്ട് പോവും, വരുന്നവരും എന്നോട് ജോളിയായിട്ട് നിന്ന്. അതൊക്കെ എൻ്റെ മിടുക്കല്ല, കർത്താവ് തന്നെ അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ അവിടുത്തെ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, ഇപ്പം നല്ലൊരു പെരയെല്ലാം കിട്ടി. എല്ലാം ഒന്നും ഇല്ലാത്തടത്തു നിന്ന് എല്ലാം ആക്കി തന്നു ദൈവം. ഇനി മക്കളുടെ കല്യാണവും കഴിഞ്ഞു. നമുക്ക് ഇപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം നമുക്ക് പോയി ഒരു കുർബാന കണ്ട കുർബാനയെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ദൈവം അതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരുമെന്ന് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ തന്നെയാണ് മുന്നോട്ടുള്ള എൻ്റെ എല്ലാ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇനി ഒരു ദിവസം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, എനിക്ക് എന്തോ സാധനം നഷ്ടപ്പെട്ട പോലെ. പിന്നെ വേദനയും സഹനങ്ങളും കഷ്ടപ്പാടും കാലുവേദനയും കൈവേദനയും ഉണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിലും രോഗമൊക്കെ വരുമ്പോഴും തന്നെ ആണെങ്കിലും എല്ലാവരുടെ എന്ത് കാര്യം പറയാനും ഞാൻ ആൾക്കാരെ സക്രാരിയിലോട്ട് പോയി ഇന്ന് കരഞ്ഞാണ് പറയുന്നത്. ഞാൻ തിരിച്ചു വരുമ്പം കർത്താവിനോട് പറയും അവിടെ ഇരിക്കേണ്ട, എൻ്റെ കൂട്ടത്തിൽ തന്നെ വരണം, ഞാൻ തന്നെ പോയിട്ട് അവിടെ യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ പണി ചെയ്യാൻ കൂടണം,
എൻ്റെ കൈയും കാലും നിനക്ക് ഞാൻ തരാം, അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ വന്ന് എൻ്റെ കൂട്ടത്തിൽ ഞാനല്ല ചെയ്യുന്നത്, നീ തന്നെ എല്ലാം ചെയ്ത് ഈ വരുന്നവരെ എല്ലാം നീ സംതൃപ്തരാക്കി വിടണം. അതുപോലെ തന്നെ എല്ലാവർക്കും സംതൃപ്തരായി പോയെന്ന എല്ലാവരും വരുന്നവർ പറയുന്നത്. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാനിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതാണ്. വളരെ നല്ല ഫുഡാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാം, നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. എത്ര കഴിച്ചാലും ഒരേ പൈസയേ ഉള്ളൂ. ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. ദൂരെ നല്ല ആൾക്കാർ വരുന്നുണ്ട്, കണ്ണൂരും കോഴിക്കോടും എല്ലാം വന്ന് അവരിങ്ങനെ പറഞ്ഞു കേട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. വന്ന് കൊണ്ടുപോയി അവർ തന്നെ ചോദിക്കും, ചേച്ചിക്ക് എന്നാ ഇതിനകത്ത് നിന്ന് ലാഭം കിട്ടുന്നെന്ന്. ഞാൻ പറഞ്ഞു, ഇത് കൂട്ടി വെച്ചാലും എനിക്കൊന്നും കൊണ്ടുപോകാൻ കിട്ടുകയില്ല, പിന്നെ ഇത് നിങ്ങൾ വരുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണെന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എനിക്കൊരു ആനന്ദമാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എങ്ങനെ എല്ലാവരും സ്നേഹിച്ചും പറഞ്ഞും പോകാൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് എൻ്റെ കർത്താവ് തന്നെയാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ തമ്പുരാൻ എനിക്ക് തന്നുകൊണ്ടിരുന്നു. രാവിലെ വെള്ളയപ്പം ഉണ്ടെങ്കിൽ വെള്ളയപ്പോൾ ചിക്കൻ കറിയോ മുട്ടക്കറിയും വെക്കും, അല്ലെ ദോശയും ചമ്മന്തിയോ ഇഡ്ഡലിയും വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 11 മണി 10-10:30 ആകുമ്പോഴത്തേക്കിന് നേരത്തെ ചോറാകും. ചോറ് രാവിലെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡ് ആക്കി വെക്കും. അപ്പോൾ ആ ചോറ് രാവിലെ 11:30 ആകുമ്പോൾ ചോറും അപ്പവും എല്ലാം അവിടെ നിരത്തി വെക്കും. 10-15 പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ചിലവർക്ക് വിറക്കും ചോറ് മതിയായിരിക്കും, ചിലർക്ക് അപ്പം മതിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം എടുത്ത് തിന്നാൻ അത് ഒരു പൈസ ചോറും വെക്കും, ഒരു പൈസ അപ്പവും വെക്കും. അപ്പുറത്ത് കറികളെല്ലാം നിരത്തി വെക്കും. ചിക്കൻ കറി കാണും, സാമ്പാർ കാണും, പിന്നെ മോരുകറി കാണും, മീൻ വറുത്തത് കാണും, പിന്നെ ചമ്മന്തി മുളക് അരച്ചത് കാണും, പിന്നെ അച്ചാർ കാണും, പിന്നെ മീൻകറി കാണും. ഇതെല്ലാം അതിൻ്റെ അകത്ത് പെട്ടതാണേ. അപ്പം ഇപ്പോൾ ഒരു ചോറിന് അങ്ങനെ കൊടുക്കുമ്പോൾ അവർ 80 രൂപയാണ് ഇപ്പം തരുന്നത്. അതെല്ലാം അൺലിമിറ്റഡ് ഫുഡെന്നാണ് ഇതിനകത്ത് അവർ പറഞ്ഞു വിടുന്നത് തന്നെ. പക്ഷേ ഞാനതവിടെ കൊണ്ടുപോകും. ചേച്ചി കഷ്ണമില്ല, ഞാനൊരു പ്ലേറ്റിനകത്ത് ഓരോ ചെരുവത്തിനകത്ത് നിറച്ച് കൊണ്ട് അവിടെ വെക്കുകയേ ഉള്ളൂ. സാമ്പാറായാലും എല്ലാം. അത് ചിക്കൻ എത്ര കഷ്ണം എടുക്കുന്നോ എത്ര എടുക്കുന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അവർ തന്നെ അവരുടെ വരുന്നവരുടെ ഇഷ്ടാനുസരണം കുറച്ച്, ചിലവർക്ക് ഇഷ്ടം പോലെ വേണം, ചിലവർക്ക് കുറച്ച് മതിയായിരിക്കും. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ആരെന്തെടുത്താലും ഞാൻ അങ്ങോട്ട് പോകും. തീരുന്നെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് വെക്കും. ഞാൻ വിളമ്പി ആർക്കും കൊടുക്കലില്ല. എല്ലാവരുടെ വയറ് നിറച്ച് അവരവരുടെ പണി പോകും. അവർ എന്നിട്ട് തിരിച്ച് പൈസയും തന്ന് പൈസ തരാൻ മാത്രം ഇവിടെ വന്ന് നിന്ന് പൈസ തന്നിട്ട് പോകും. അതെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓരോരുത്തർ. ഞാൻ പോലും അറിയില്ല. ഭക്ഷണം എടുക്കുന്നുണ്ട്, അവർ അപ്പം വെച്ചിട്ടുണ്ട്, ആരും വന്ന് എടുത്തോണ്ട് പോയി. ഞാൻ സ്വാമിമാരൊക്കെ കാണുമ്പോൾ അവർക്ക് ഞാൻ തേരാ തിരിച്ച് വെക്കും. ഇത് സ്വാമിക്കകത്ത തുടരുതെന്ന് പറഞ്ഞിട്ട് സ്വാമിമാർക്ക് അവർക്ക് അവരുടെ വിശ്വാസം ഉണ്ടല്ലോ, നമ്മളെന്തിനാ അവരുടെ വിശ്വാസത്തെ തെറ്റിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസം അവർ മലയ്ക്ക് പോകുന്നവർ ഇവിടെ വന്നിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ മലയ്ക്ക് പോകുന്ന സ്വാമിമാരുടെയാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കും. അതിട്ടാണ് അവരത് എടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. കുറച്ചൊരു ആവറേജ് ഒരു അരിയൊക്കെ ഇട്ട് വെച്ചിട്ട് ആൾക്കാർ കൂടുന്നെന്ന് അറിയുമ്പോൾ ഞാൻ ബാക്കി അരി ചോറ് കുക്കറിനകത്ത് അടിക്കും. കുക്കറിനകത്ത് വെച്ചു അതിൻ്റെ ആവശ്യത്തിന് ആൾക്കാർ കൂടുമെന്നുള്ള, നമ്മുടെ ചോറ് തീരുവാന്നുള്ള ലക്ഷണം കാണുമ്പോൾ പിന്നെ ചിക്കനൊക്കെ കുറച്ച് മേടിച്ച് ഫ്രിഡ്ജിനകത്ത് മുളക് ഇട്ട് വെച്ചു. മീനായാലും അങ്ങനെ തന്നെ എല്ലാം കുറച്ച് എടുത്ത് ആക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ ആൾക്കാർ വരുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ എല്ലാം ഒന്നിച്ച് വലിയൊരു ഹോട്ടലിൻ്റെ പണി പോലെ ഒന്നുമില്ല. ഒരു 3, 3:30, 5, 5:30 വരെ ആൾക്കാരുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരേപോലെ ചൂട് ഭക്ഷണവും വേണം. അപ്പോൾ വരുമ്പോൾ എല്ലാവർക്കും എല്ലാം ചൂടുള്ള സാധനമൊക്കെ കൊടുക്കുന്നത്. സ്വന്തം വീട് പോലെ എല്ലാവരും വന്ന് കയറി ഇറങ്ങി എവിടെ നിന്ന് വന്നാലും പറ്റിയാൽ അവർക്കെല്ലാം സ്വന്തം വീട് പോലെ അവർ വിളമ്പിയെടുത്തു. കൊച്ചു പിള്ളേരാണേലും അവരുടെ ഇഷ്ടാനുസരണം എടുത്ത് തിന്ന് അവർ പോയി. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് തന്നെ അവർക്കും കൊടുക്കുന്നത്, വരുന്നവർക്കും. അല്ലാതെ ഇത് ഞങ്ങൾക്ക് അവർക്ക് അങ്ങനെ ഒരു ഇതല്ല. ഞങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഈ വരുന്ന ആർക്കും കൊടുക്കുന്നത്. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നിട്ട് അവിടുന്ന് സ്വീകരിച്ച് ഇങ്ങോട്ട് വരുമ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ കർത്താവ് ഉണ്ടെന്ന്. ആ ഒരു അനുഭവത്തോടെയാണ് ഞാനിവിടെ വരുന്നത്.
കർത്താവിനെ കൊണ്ടാണ് ഞാൻ വരുന്നത്. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കതറിയാം. എൻ്റെ കർത്താവ് ഞാൻ അതുകൊണ്ടല്ല ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പണികളെല്ലാം ഇത്ര സെക്കൻഡ് സമയം കൊണ്ട് ഞൊടിയുടക്കി കൂടെ ചെയ്യുന്നു. അല്ലേ നമുക്കിതൊന്നും ചെയ്തു തീർക്കാനുള്ള അവസരം കിട്ടുകയില്ല. അപ്പം അത് ആർക്കും പറ്റത്തില്ല. അവർ തന്നെ ചോദിക്കും, ചേച്ചി എങ്ങനെ ഇത് തന്നെ നടക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ കർത്താവും കൂടെ ചെയ്യും. ഞാൻ എല്ലാവരോടും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ ചോദിക്കും, നിങ്ങൾ തന്നെയാണോ ഇത് നടത്തുന്നത്? നിങ്ങൾ തന്നെ പണിക്കാരില്ലേ? അപ്പം പണിക്കാരില്ലയെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവും കൂടും. പക്ഷേ അവരൊക്കെ ഇത് ഇങ്ങനെ ആക്കി ഇന്നിപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആരും ഇല്ലേലും ഞാൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പിന്നിൽ കർത്താവാണ്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വലിയ പാത്രത്തിൽ ഒക്കെ ആയിരിക്കും എല്ലാം എടുക്കലും പെറുക്കലും ഓരലും പെറുക്കും. പക്ഷേ ഒരു സാധനം താഴെ പോകാതെയും എല്ലാം താങ്ങി പിടിച്ചു കൊണ്ട് അവിടെ വെച്ച് തരുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവാണെന്ന് വിചാരിച്ചു. ഒരു കാല് വഴുതാൻ പോലും കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇത്രയും സാധനം ഉണ്ടാക്കുമ്പം പോലും എല്ലാം പുള്ളി നോക്കി നടക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും അതുകൊണ്ട് എനിക്കതറിയാം കർത്താവ് തന്നെ ഇടപെടുന്നത്. ഇതൊരു ഈ ഈശോയെ കൊണ്ട് വെച്ച് അന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പണിത്. അത് ഞങ്ങൾ ഇവിടെ എല്ലാം പെയിൻ്റ് അടിക്കാനെല്ലാം ഈ വെള്ളം ഒഴിച്ച് ഇവിടെ എല്ലാം കഴുകി അത് കഴിഞ്ഞിട്ട് ഇത് പുകഞ്ഞതാണേ. അത് കഴിഞ്ഞിട്ട് എന്നാലും ഈ രൂപം മാത്രം പോയിട്ടില്ല. അത് അന്ന് വെച്ച രൂപം ഇന്ന് വരെ. എന്നിട്ട് ആ രൂപത്തിൻ്റെ ഇവിടെ മാത്രം ബാക്കി എല്ലായിടം പുകഞ്ഞിട്ടുമുണ്ട്. അതൊരു പ്രത്യേക അത് നോക്കുമ്പോഴേ അറിയാം. വേറെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. വേറെ ആ മുഖത്തിന് പോലും എത്ര വർഷമായോ അതാണെന്നറിയാം. ഒരു 10 വർഷം കഴിഞ്ഞ പടവാ അത്. ആ മുഖത്തിൻ്റെ തേജസ് ഇന്നും എന്നും ഒരേപോലെ ഇരിക്കും. അത് ഞാൻ തന്നെ പോകാൻ പോരല്ലോ. ഞാൻ ഇവിടുന്ന് നല്ല പുകയാണ്. അപ്പം രാവിലെ തൊട്ട് പിന്നെ ഇതിൻ്റെ ഇവിടുന്നല്ലേ സാധനം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരുന്ന് കണ്ടാൽ എല്ലാം പുള്ളി തന്നെ നോക്കി നിയന്ത്രിച്ച് എന്നെ എൻ്റെ ഈ തന്നു വിടുന്ന പോലെ ഞാൻ അങ്ങ് കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. അപ്പം ചായ എടുക്കുമ്പോഴും പുള്ളിയാണ് കൂടി എടുക്കുന്നത്. അപ്പോൾ ആ ചായ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഞാനല്ല എടുക്കുന്നതിനുള്ള മനോഭാവത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു കുറ്റം ഉണ്ടാവുകയല്ലോ. അപ്പം എൻ്റെ ബലത്തിൻ്റെ പൂർണ്ണ ബലം ചായ എടുത്താലും ചോറ് ഇവിടെ കൊണ്ട് വെച്ചാലും എല്ലാം ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് പുള്ളി. അപ്പം ഞാനത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതും. അപ്പം നമുക്കൊരപ്പൻ്റെ കയ്യിൽ ഇതെല്ലാം ഏൽപ്പിച്ചാൽ നമ്മൾ പോകുകയല്ലേ. അപ്പോൾ എല്ലാം ഇവിടെ രാത്രിയാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടാണ് കിടക്കാൻ പോയാലും ഇവിടെ നോക്കണേ, അത്ര വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ധൈര്യത്തിൽ പോകാം. അവിടെ തന്നെ ഇരുത്തിയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മൾ തക്രാരിക്കകത്ത് അടച്ചു വെച്ചിട്ട് നമ്മൾ അവിടെ പോയി നോക്കട്ടെ. കർത്താവിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ കർത്താവിന് നമുക്കൊരു സാധനം കൊടുത്താൽ കർത്താവ് നിരന്തരമായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. വൈകുന്നേരം 5:30 മണി അടിക്കല, 6:30. അന്നേരം ആ മണി അടിക്കുമ്പോഴും ഇവിടുത്തെ പപ്പയാണ് എല്ലാം അവിടെ പോയി തിരി വെക്കുന്നതും എല്ലാം. അത് ഒരു ദിവസം പോലും ആ കുരിശ് വെച്ചാൽ പിന്നെ ഇന്നേ നാടി വരെ പപ്പയാ കുരിശ് തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെളുപ്പിന് 5:30 എണീറ്റ് അതേപടി തിരി കത്തിക്കും. രാവിലെ 5 വൈകുന്നേരം പുള്ളിയുടെ കർത്തവ്യമാണ്. ആ കുരിശിന് നല്ല ശക്തിയുള്ളതുമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്ത് കാര്യം പറഞ്ഞാലും ആ കുരിശിൻ്റെ അവിടെ ചെന്നാൽ നമുക്ക് സഹായിച്ചു കിട്ടും. എന്നാന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദു ഒരു മനുഷ്യൻ ഇവിടെ വന്ന് അതെൻ്റെ ഇവിടെ ചോറും ചായയും കഴിക്കാൻ വരുന്നൊരു മനുഷ്യൻ, അയാളൊരു തടിക്കച്ചവടക്കാരനാണ്. എന്നിട്ട് ആ മനുഷ്യൻ്റെ 25,000 രൂപ ഇവിടെ ഭക്ഷണം വന്ന വഴിക്ക് തടി എടുത്തപ്പം പോയെന്ന് പറഞ്ഞു. അത് ഇവിടുന്നാണ് പോയെന്നാണ് പുള്ളി വിചാരിച്ചത്. എന്നോട് വന്ന് ചോദിച്ചു, മേൽമേ ആ സാധനം പൈസ എൻ്റെ ഇത്രയും പോയി, ഞാൻ എന്നാ ചെയ്യും, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതിവിധി ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ നേർച്ച നേരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ഇടണമെന്ന് പറഞ്ഞു, അതെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 1000 രൂപ ആ പൈസ കിട്ടിയെങ്കിൽ അവിടെ അന്ന് പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു, അന്നേരം അവിടെ ഇടണം, അല്ലെ കുരിശിൻ്റെ അവിടെ ഇട്ടാലും മതി, ഈ കുരിശ് സത്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, അതിനെന്നാ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അയാളൊരു അങ്ങോട്ട് പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സിൻ്റെ അപ്പുറത്ത് ഈ നടു റോഡിൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ട് ആ പൈസ കിട്ടി. എന്നിട്ട് ഇവിടെ വന്നിട്ട് തകിടി ചന്ദ്രൻ ആ മനുഷ്യൻ്റെ പേര് നോട്ടീസ് വെച്ചിട്ട് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണുങ്ങളുടെ ഇതേപോലെ അവർ മുത്തൂറ്റിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവരിവിടെ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ മേലുമേ എൻ്റെ പൈസ 60,000 രൂപ എൻ്റെ കൊച്ചിൻ്റെ ഇത് കിട്ടിയതാണ്, അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന വഴിക്ക് എൻ്റെ ബാഗിൽ നിന്ന് എങ്ങനെ പോയെന്ന് അറിയത്തില്ല, 60,000 രൂപ പോയെന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണുങ്ങളെ ഇച്ചിരി പൈസ എവിടെ ഇങ്ങനെ തരുന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് 100 രൂപ ആ കുരിശൻ തൊട്ടിലിട്, പൈസ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതേപോലെ അവൾ 100 രൂപ ഇടാൻ നേർച്ച നേർന്ന് അവൾ പോയിട്ട് അതേപോലെ ഒരു ഓടക്കിടയിൽ കിടപ്പുണ്ട് ആ പേഴ്സും പൈസയും, അതും കിട്ടി.
അതുകൊണ്ട് ആ കുരിശിന് ഭയങ്കര ശക്തിയുള്ളതാണ് എല്ലാവരും. പിന്നെ വരുന്നവർ അതിനകത്ത് ഓരോ പ്രാവശ്യം അതിനകത്ത് നല്ല പൈസ കിട്ടുന്നുണ്ട്. ഈ വരുന്നവർ ഇത് ആ കുരിശിന് ശക്തിയുള്ളത് കൊണ്ടല്ലേ. നാനാജാതി മനുഷ്യരും അതിനകത്ത് തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണാം എന്ത് പരീക്ഷയ്ക്ക് പോകുന്നോ എന്ത് ആൾക്കാരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് തിരി കത്തിച്ചിട്ടാണ് പോകുന്നത്. ഹോട്ടൽ ഏറ്റെടുക്കാൻ നേരത്ത് നോക്കുമ്പോൾ 3 പിള്ളേരാണ്. ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. പിന്നെ ഞാൻ പോയിട്ട് കുടുംബശ്രീയിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ ലോൺ എടുത്ത്, ഞാൻ അന്ന് 2000 രൂപ ലോൺ എടുത്ത് ആ 2000 രൂപയെ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരു കാര്യത്തിനും മുട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ എടുത്തത് 2003. ഇനിയിപ്പം ഹോട്ടലില്ലേലും ജീവിക്കാം. പക്ഷേ നമുക്കിത് ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് ചെകുത്താൻ്റെ പണിപ്പുരയാകും നമ്മുടെ മനസ്സ്, അലസതയിൽ. അത് വരണ്ട. ഇപ്പം നമുക്ക് ഓടിക്കാവുന്നിടത്ത് കാലത്ത് പോലെ ഓടിക്കാം. ആരുടെയും കാലും കൈയും പിടിക്കണ്ടല്ലോ. സ്വന്തം പ്രാർത്ഥന ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പം വർത്താനം പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാം അങ്ങോട്ട് തന്നെ എല്ലാം പറയും. ഞാനിന്ന് അങ്ങോട്ട് പോവുകയാണ്, ഞാനിന്ന് അവിടെയാണ്, ഞാൻ ഇന്ന് ഇന്നത് ചെയ്യുന്നുണ്ട്, അതിനൊന്നും തടസ്സം വരുത്തല്ലേ. അങ്ങനെ ഓരോ പ്രാർത്ഥന ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വ്യക്തിത്വം ഉയരുന്നു. അല്ലാതെ ഞാനിങ്ങനെ അവിടുന്ന് എടുത്തു എന്നല്ല. ഞാൻ അന്നന്ന് എനിക്ക് കിട്ടുന്ന ഓരോ പ്രാർത്ഥന ദൈവം അന്നേരം എനിക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പനോട് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യവും കർത്താവിനോട് അങ്ങ് പറയുക. നമ്മൾ പോയി വേറെ വല്ലവരും ചോദിക്കുന്നതിന് ഭേദം അവിടെ പോയി ചോദിച്ചാൽ മതി. ഇന്ന് അരി തീർന്നല്ലോ, അരി എങ്ങനെ മേടിക്കും? ഇന്ന് എൻ്റെ കയ്യിൽ അത്രയും പൈസയേ ഉള്ളല്ലോ, ബാക്കി പൈസ എവിടെ നിന്ന് കിട്ടും? ഒരു 20-25 മിനിറ്റിനുള്ളിൽ എനിക്ക് അരി മേടിക്കാൻ ഓട്ടോറിക്ഷക്കാരനോട് വിളിച്ച് പറഞ്ഞു അരി എത്തുന്ന പൈസ ചെയ്യണം. ഇങ്ങനെ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇനി ഫീസ് മക്കൾക്ക് കൊടുക്കാനില്ലേ, അവിടെ ഒന്ന് ഞാൻ അവിടെ പോയി ചോദിക്കും. ഞാൻ എന്നാ ചെയ്യും? ഞാൻ ഇങ്ങ് പോരുവേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എവിടെ നിന്നാലും തപ്പിത്തെറിഞ്ഞ് വട്ടം തിരിഞ്ഞ് പൈസ വരും. അതുകൊണ്ട് ഞാൻ എപ്പം നടക്കുന്ന വഴി എല്ലാം ഇങ്ങനെ ഓരോ പുറപുറ ചിലവർ ഓർക്കും എനിക്ക് വട്ടം ഉണ്ടോന്ന്. വട്ടല്ല, ഇതാ പറഞ്ഞോണ്ട് നടക്കുന്നത്. അതന്നെ. അതല്ലേ പിന്നെ നിങ്ങളെ പോലുള്ളവർ ഈ തേടി പിടിച്ച് വരുമോ? ശരിക്കും ഈ ഹോട്ടൽ കർത്താവിൻ്റെ തന്നെ കർത്താവ് നടത്തുന്നു. ഞാൻ അതിൻ്റെ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. ഈ കോഴിക്കറി, സാമ്പാർ, പിന്നെ മീൻ തോരൻ, ചുണ്ടുതോരനാണ് ഇത് കുറച്ച് ചിക്കൻ കറി രാവിലെ ആക്കിയതാണ്. പിന്നെ കുറച്ച് വാഴയ്ക്ക, മീൻ വറുത്തത്, ഇതെല്ലാം ഇനി കുറച്ച് മീൻ വെട്ടാനുണ്ട്. 2 കിലോ മീൻ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ചെറിയ മത്തിയാണ്. അതിപ്പം തമ്പരാനങ്ങടെ കൊണ്ടുപോയിട്ട് വെട്ടും ഞാൻ. എങ്ങനെ മാമൂസ പേര് മേരി എന്നാണേ. അപ്പോൾ എൻ്റെ അമ്മ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ലിസമ്മ, സെൽനാമ്മ, അമ്മയപ്പോൾ എൻ്റെ പേര് മേരി എന്നായില്ലേ. അപ്പം എന്നെ മേരിമേന്ന് അങ്ങ് വിളിച്ചു. അങ്ങനെ അങ്ങ് മേരിമയായി. ഇപ്പം കൊച്ചു പിള്ളേരായാലും മേരിമേ ചേച്ചിന്ന് വിളിക്കലില്ല. എല്ലാവരാണേലും മേരിമേന്നേ വിളിക്കലുള്ളൂ. അതിപ്പോൾ മേരിമേ തന്നെയായി. എൻ്റെ സ്ഥലം ഇവിടെ ചെറുപുഴയ്ക്കടുത്ത് പാറക്കടവ്, ആയന്നൂർന്നും പറയും. പാറക്കടവിൻ്റെ സ്ഥലത്ത് സ്കൂളിൻ്റെ അടുത്താണ്. പിന്നെ എൻ്റെ വീട്ടുപേര് ഇളമ്പരിയിടം. എന്നെ കെട്ടിച്ചത് വീട്ടുപേര് ഇപ്പം നിൽക്കുന്നത് മുരിക്കനാനിക്കൽ എന്നാണ്. ഭർത്താവിൻ്റെ പേര് ഫിലിപ്പ്. പിന്നെ 3 പിള്ളേരുടെ പേര്, ഒന്ന് പ്രിൻസി, മൂത്തവള് പ്രിൻസി, രണ്ടാമത്തവള് പ്രിറ്റി, മൂന്നാമത്തേത് പ്രിൻസ്.